ക്രിസ്മസ് എക്സാമിനും ബോർഡ് എക്സാമിനും ഒക്കെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാൽ മക്കളെ, ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ തന്നിട്ടുണ്ട്. സോളിഡ് മെറ്റൽ സിലിണ്ടർ, ഒരു സോളിഡ് മെറ്റൽ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ തന്നേക്കണേ, ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അതായത് ഈ സിലിണ്ടറിന്റെ ഇവിടം തൊട്ട് സെന്ററിൽ നിന്ന് ഇതിന്റെ എൻഡിലേക്കുള്ള വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ആ ബേസ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, ഇപ്പൊ ആദ്യം നമ്മൾ സിലിണ്ടറിന്റെ എടുക്കാം. അപ്പൊ സിലിണ്ടറിന്റെ നമ്മൾ ബേസ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് റേഡിയൈ എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ആ സിലിണ്ടറിന്റെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, 20 നമുക്ക് തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ 12 സെന്റിമീറ്റർ റേഡിയസും 20 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു സോളിഡ് മെറ്റൽ സിലിണ്ടർ, അത് നമ്മൾ ഉരുക്കി എന്ത് ചെയ്തു, റീകാസ്റ്റ് ചെയ്ത് എന്താക്കി മാറ്റി, ഒരു കോണാക്കി മാറ്റി. അങ്ങനെ ആക്കി മാറ്റിയ കോണിന്റെ റേഡിയസ് എത്രയാ, 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് തന്നേക്കണേ എന്താ മക്കളെ, കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്ററും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചോദിച്ചേക്കണേ, എന്താണ്, ഈ ഒരു സിലിണ്ടർ സോളിഡ് മെറ്റൽ സിലിണ്ടർ നമ്മൾ ഉരുക്കി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ വീണ്ടും റീകാസ്റ്റ് ചെയ്ത് എന്താക്കി മാറ്റി, ഒരു കോണാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ 20 സെന്റിമീറ്റർ ഹൈറ്റും 12 സെന്റിമീറ്റർ റേഡിയസുമുള്ള ഈ സിലിണ്ടർ നമ്മൾ ഉരുക്കി കഴിഞ്ഞപ്പോൾ എത്ര കോൺ, അതായത് 4 സെന്റിമീറ്റർ റേഡിയസും 5 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള എത്ര കോൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇത് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ നമുക്ക് ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഗോതമ്പ് മാവ് എടുത്ത് അല്ലെങ്കിൽ വീറ്റെടുത്ത് നമ്മൾ എന്താണ് അത് നമ്മൾ കുഴച്ച് ഒരു വലിയ ഇതായിട്ട് ഉണ്ടാക്കും, ബോളായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതെല്ലാം ഉരുക്കി ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ട് നമ്മൾ ഉരുട്ടി എന്താക്കും, നമുക്ക് പൂരിക്കാൻ വേണ്ടെങ്കിൽ പൂരിക്കുള്ള ചെറിയ ചെറിയ ബോൾസുകളാക്കും. ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടെങ്കിൽ അതിനെ വലിയ ബോൾസുകളാക്കും. അങ്ങനെ ആക്കി കഴിയുമ്പോൾ നമ്മൾ ആ ഗോതമ്പ് മാവ് വലിയ ബോള് ഉറ്റി വെച്ചിരിക്കുന്ന വലിയ ബോള് എന്തോരമാണോ അതിനനുസരിച്ച് എന്താണ് ആ ഒരു ബോളിനെയാണ് നമ്മൾ ഉരുക്കി ചെറുതാക്കണത് അല്ലേ. അപ്പം നമ്മൾ എടുക്കുന്ന 1 കിലോ മാവെടുത്ത് നമ്മളൊരു ബോളാക്കി നമ്മൾ നോക്കിക്കേ, അതിനെ നമ്മൾ എത്ര നാക്കാം, ഒരു 10-20 ബോളാക്കി ചെറുതാക്കി മാറ്റാൻ പറ്റും. അതേസമയം ഒരു 1/2 കിലോ എടുത്താലോ അതിനേക്കാൾ എണ്ണം കുറവായിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 20 മീറ്റർ ഹൈറ്റും 12 സെന്റിമീറ്റർ റേഡിയസും ഉള്ളതിനെ ഉരുക്കി നമ്മൾ എന്താക്കണം, ചെറിയ അതുപോലെ തന്നെ ഒരു കോണാക്കണം. അപ്പോൾ ഒരു മാവ് സിലിണ്ടറിക്കൽ ഷേപ്പിലാണെന്ന് സങ്കല്പിക്കുക, അതിനെ നമ്മൾ കണ്ടിച്ച് നമ്മൾ എന്താണ് ഓരോന്നും ഇതുപോലെ ഒരു കോണാക്കും. അങ്ങനെ ആ ബോൾ കൊണ്ട് നമ്മൾ വലിയ ബോൾ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ വലിയ ആ ഷേപ്പ് സിലിണ്ടറിക്കൽ മെറ്റൽ കൊണ്ട് നമുക്ക് എത്രമാത്രം കോണുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിലിണ്ടർ ചോദിക്കാം, സ്പിയറിൽ ചോദിക്കാം, ഏത് ക്വസ്റ്റ്യന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ 2 കൺസെപ്റ്റ് നമുക്ക് വരും, സിലിണ്ടറും കിട്ടും കോണും കിട്ടും. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എത്രയാണോ അളവ് അതിന് നമ്മൾ എന്താണ് ഈ കോൺ നമുക്ക് ഉരുട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ എത്ര കോണുകളാണോ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഉണ്ടാക്കിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു വലിയൊരു ബോളുണ്ട്, അതിനെ ചെറിയ നമ്മൾ ചപ്പാത്തിക്കുള്ള ചെറിയ ബോളുകളാക്കി മാറ്റി. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം, വലിയ ബോളിൻ്റെ വോളിയം എത്രയാണോ അതിനെ നമ്മൾ എന്താണ് ചെറിയ ബോളിൻ്റെ വോളിയം കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എത്ര ഉണ്ടാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. 2 അതിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് എന്താണോ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ 2 വോളിയവും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എത്ര എണ്ണമാണ് ഈ വലിയ വോളിയത്തിൽ വലിയ സിലിണ്ടറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ വോളിയം V ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr² ഇൻറ്റു H ആണ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പം നമുക്ക് നേരെ എഴുതാം, പൈ അറിയാം, R എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് തന്നേക്കണം 12 ആണ്, 12ന്റെ സ്ക്വയർ വരും. H എന്ന് പറഞ്ഞേക്കണം ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ ഇട്ട് ഒന്നും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണ്ട, അത് നമ്മൾ 2 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഉള്ളതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ആവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ വോളിയം കിട്ടി. ഇനി കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ
പഠിച്ചേക്കണം. ആദ്യത്തേന് നമുക്ക് V1 എന്ന് കൊടുക്കാം, രണ്ടാമത്തേന് കോണിന്റെ വോളിയത്തിന് നമുക്ക് V2 എന്ന് കൊടുക്കാം. കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² h ആണ് നമ്മൾ കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ആൻസർ എന്നാ വരും? 1/3 അങ്ങനെ തന്നെ വരും, പൈ അങ്ങനെ തന്നെ വരും. R എന്ന് പറയുന്ന റേഡിയസ് 4 ആണ്, 4² വരും. h എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. ഇപ്പൊ നമുക്ക് 2 വോളിയം കിട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ വോളിയം ഏതാ മക്കളെ കിട്ടിയത്? പൈ ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു 12² ഇൻറ്റു 20 ആണ് ഫസ്റ്റ് വോളിയം കിട്ടി. ഇനി കോണിന്റെ വോളിയം കിട്ടിയത് നമുക്ക് എന്താണ്? 1/3 ഇൻറ്റു 4² ഇൻറ്റു നമുക്ക് 5 വരും. ഈ 2 വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര മെറ്റൽ സിലിണ്ടർ കൊണ്ട് സോളിഡ് സിലിണ്ടറിനെ ഉരുക്കി റീകാസ്റ്റ് ചെയ്യുമ്പോൾ എത്ര കോൺ കിട്ടുമെന്ന് കിട്ടും. അപ്പൊ V1 ഡിവൈഡഡ് ബൈ V2 വരും. അപ്പൊ പൈ ഇൻറ്റു 12² ഇൻറ്റു 20 വരും, ഡിവൈഡഡ് ബൈ 1 പൈ ഇൻറ്റു, ഇവിടെ പൈ ഉണ്ട്, π/3 ഇൻറ്റു 1/3 πr² ഇൻറ്റു 4² ഇൻറ്റു 5 വരും. ഇവിടെ നമ്മൾ ഇതെന്താ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ ഇത് അവിടെ ഒന്നും സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ഇവിടെ ഉള്ളത് കോമൺ നമുക്ക് വെട്ടിപ്പോവും. ഈ 3 നേരെ എങ്ങോട്ട് വരും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളൊരു ഫ്രാക്ഷൻ നമ്പറെ ഡിവൈഡ് ചെയ്യുന്നതിന് നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 12² 12 ഇൻറ്റു 12 എന്ന് എഴുതാം, 20 അങ്ങനെ തന്നെ എഴുതി, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 എന്ന് എഴുതാം, ഇൻറ്റു 5. ഇതെല്ലാം നമുക്ക് കോമൺ ഉള്ള ടേംസ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ രണ്ടും കൂടെ വെട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ഈ 4ഉം 4ഉം കൂടെ വെട്ടി, ഈ 4ഉം 12ഉം കൂടെ വെട്ടിയ 4 ആയി. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 4 ഇൻറ്റു 3 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 108 വരും. അപ്പം നമുക്ക് എത്രയാണ് മെറ്റൽ സോളിഡ് സിലിണ്ടർ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കോൺസ് നമുക്ക് കിട്ടും? 108 കോൺ കിട്ടും. ക്ലിയർ ആയല്ലോ?